മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടെന്ന കോൺഗ്രസ് പ്രതിഷേധം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തും. വൈകിട്ട് ഡിജിപിയുടെയും ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക്, അപ്രതീക്ഷിതമായി പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു ആയുധം, അതും ഭരണപക്ഷത്തിലെ ഒരു MLA തന്നെ കൊടുത്ത ആയുധം, ഏത് രീതിയിലായിരിക്കും ഇത് പ്രതിപക്ഷം പ്രയോഗിക്കുക? ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും? ക്രിസ്റ്റീന, ഭരണപക്ഷത്തു നിന്നും തന്നെയുള്ള ഒരു MLA കൊളുത്തിയെത്തി അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ സമരങ്ങൾക്ക് വഴിവെക്കുന്നു. ആ ആരോപണം, PV അൻവർ MLAയുടെ ആരോപണം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. പ്രതിപക്ഷം പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, അത് കോൺഗ്രസ് മാത്രമല്ല, യൂത്ത് കോൺഗ്രസും ഒരു സമര പരമ്പരയ്ക്ക് തുടക്കമിടുന്നു. ആരോപണത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ സമരങ്ങൾ അത്രയും സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് എല്ലാ ജില്ലാ ആസ്ഥാനത്തും കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകും. പ്രതിഷേധ പ്രകടനം 13 ജില്ലകളിലും ഉണ്ടാകും. തിരുവനന്തപുരത്ത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള സമരം, പ്രതിഷേധ കൂട്ടായ്മ നടക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല. അതേസമയം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ADGPയുടെ വസതിയിലേക്ക് വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. നാളെ എല്ലാ SP ഓഫീസുകളിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ്. അങ്ങനെ യൂത്ത് കോൺഗ്രസും സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമരം കടുപ്പിക്കുകയാണ് എന്ന സൂചന നൽകുകയാണ്. മാത്രമല്ല, PV അൻവറിന്റെ ആരോപണം അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു, യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു, സമരങ്ങളിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മുഖ്യമന്ത്രി രാജിവെക്കുന്നതിനൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണം. DGP ഉൾപ്പെടെയുള്ള ഭരണത്തിന്റെ തലപ്പത്ത്, പോലീസിന്റെ തലപ്പത്ത് നിയന്ത്രണമില്ലാത്തവരെ ഒക്കെയും മാറ്റണം, നടപടിയെടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആവശ്യം. ക്രിസ്റ്റീന, ശരി, പെട്ടെന്ന് കിട്ടിയ രാഷ്ട്രീയ ആയുധം കൃത്യമായി പ്രയോഗിക്കുകയാണ് പ്രതിപക്ഷം. വിവരങ്ങൾ നൽകിയത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്.